സഖ്യത്തിന്റെ കഴിഞ്ഞ നേരത്തെ ഒരു പ്രസ്താവന വന്നത് ഈ എക്സിറ്റ് പോളുകൾ ബി.ജെ.പിയെ സഹായിക്കാനാണെന്ന്. ബി.ജെ.പിയെ സഹായിക്കാനാണ്. അത് ഈ എക്സിറ്റ് പോളുകളെ പോലും ഈ ഘട്ടത്തിൽ ശ്രീ മോഹൻ വർഗീസ് അത്തരത്തിൽ പേടിക്കുന്നത് ഒന്നൊരു ആത്മവിശ്വാസം ഈ രണ്ട് ഘട്ടങ്ങൾക്ക് ഈ അവസാന ഘട്ടങ്ങളുടെ ആത്മവിശ്വാസം ഇടിവ് സംഭവിച്ചു എന്നതിന്റെ സൂചനയാണോ? രഞ്ജിത്ത്, ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കുമെന്നൊരു മലയാള ഭാഷാ പഴമൊഴിയുണ്ട്. കോൺഗ്രസ് പാർട്ടി പല ആവർത്തി വിജയത്തിന് അടുത്ത് വരെ വന്ന് സംസ്ഥാന തലത്തിൽ അവിടങ്ങളിലെല്ലാം താമര വിരിയുന്നത് കണ്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരിക്കൽ കൂടി അബദ്ധം കാണിക്കാൻ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് പാളുന്നതിലൂടെ മറുവശത്ത് അമിത്ഷാ ആണെന്ന് ഓർക്കണം. കോൺഗ്രസിന്റെ ഭാഗത്തെ തന്ത്രജ്ഞന്മാരെ പലരുമുണ്ടെങ്കിലും പ്രധാനമായി എടുത്തു കാട്ടാൻ സാധിക്കുന്നത് DK ശിവകുമാറിനെയാണ്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ DKയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അപ്പോൾ അമിത്ഷാ വേഴ്സസ് DK ശിവകുമാർ എന്ന രീതിയിലേക്ക് ആ നാരറ്റീവ് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ടൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ, ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ മുന്നണി ഏതെങ്കിലും കാരണവശാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധിക്കാത്തൊരു അന്തരീക്ഷമുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ നാല് പാടം ചിതറുകയും അവരെ കൂടെ BJP ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മുൻകാല അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർവ്വ ജാഗ്രതയും എല്ലാ പ്രിക്കോഷൻസും എടുക്കേണ്ടത് ആവശ്യമാണ്. അതാണിപ്പോൾ ഡൽഹിയിൽ കാണുന്നത് രഞ്ജിത്ത്. അതാണ് ഡൽഹിയിൽ കാണുന്നതും. പരമാവധി നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മടങ്ങിയത്. പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഏതാണ്ട് 6:15 മണിയോടുകൂടി ആദ്യ ഫലം നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. തെക്കേ ഇന്ത്യയിൽ നിന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞു തുടങ്ങുക. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് കർണാടകമാണ്, ഏറ്റവും ആദ്യം തമിഴ്നാടാണ്, അതിനുശേഷം കേരളത്തിലേക്ക് പോകും. പിന്നീട് കർണാടക ലോക്സഭാ ഫലമായിരിക്കും. പിന്നെ ആന്ധ്രാപ്രദേശിലേക്ക്, തെലങ്കാനയിലേക്ക്, അങ്ങനെ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഫലസൂചനകൾ ന്യൂസ് 18 വളരെ കൃത്യമായി തന്നെ തെക്കേ ഇന്ത്യയിൽ ഇത്തവണ മത്സരം കടുക്കുന്നു എന്ന രീതിയിലുള്ള, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ തെക്കേ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തതോടുകൂടി തെക്കേ ഇന്ത്യയെ വലിയ രീതിയിൽ BJP ശ്രദ്ധിക്കുന്നു. 150 സീറ്റുകൾ തെക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചുള്ള രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ 131 സീറ്റുകളാണല്ലോ ഇപ്പോൾ. കേരളം, തമിഴ്നാട്, കർണാടകം, ലക്ഷദ്വീപിലെ ഒരു സീറ്റ്, പോണ്ടിച്ചേരി, തെലങ്കാന, ആന്ധ്ര, അല്ലേ, ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളത്. അതിൽ പക്ഷേ DMKയുടെ സഖ്യത്തിൽ തമിഴ്നാട്ടിൽ എന്തായാലും തൂത്തുവാരാൻ കഴിയുമെന്നുള്ള ഇപ്പോഴും ആ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ആര് ജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ആണ്. കർണാടകത്തിൽ പക്ഷേ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആന്ധ്രയും തെലങ്കാനയും അവിടെ ഏറ്റവും വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ചിലപ്പോൾ ചില സീറ്റുകൾ ഈ സഖ്യം ഫലം ചെയ്തില്ല, അതായത് JDSുമായുള്ള സഖ്യം ഫലം ചെയ്തില്ല. ഈ പ്രജ്വൽ രേവണ്ണ വിഷയമൊക്കെ വളരെ നെഗറ്റീവായി അവിടെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കർണാടകയിൽ ഒരു പക്ഷേ സീറ്റ് കുറഞ്ഞേക്കാം. പക്ഷെ അത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസമാണ്. ആന്ധ്രയിൽ ഒരു പുതിയ സഖ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. TDPയുമായി ചേർന്ന് BJP സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പവൻകുമാറുണ്ട്, പവൻകുമാറിന്റെ ജനസേവ പാർട്ടി. നരേന്ദ്രമോദിയും പവൻകുമാറും ഒക്കെ പങ്കെടുക്കുന്ന റാലികളിൽ വലിയ ജനക്കൂട്ടമാണ്. അത് വോട്ടാകുമെന്ന്. 25 സീറ്റിൽ 6 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. ബാക്കി 17 സീറ്റുകളിൽ മത്സരിക്കുന്നതും TDPയാണ്. 2 സീറ്റിൽ പവൻ കല്യാണിന്റെ പാർട്ടിയും മത്സരിക്കുന്നു. പക്ഷെ അവിടെ ഈ ഒരു സഖ്യം എന്തെങ്കിലും സാധ്യതകൾ തുറന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ തെലങ്കാനയിലും അങ്ങനെയാണ്. കഴിഞ്ഞ തവണത്തെ 4 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റിലേക്ക് വളരാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കാരണം തെലങ്കാനയിൽ ഓരോ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. ശ്രീ മോഹൻ വർഗീസ്, ഈ തെക്കേ ഇന്ത്യയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ആദ്യം പുറത്തുവിടുന്ന ഡേറ്റ എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ 2019 വ്യത്യസ്തമായിട്ട് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ടോ? 5 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന ദക്ഷിണ ഇന്ത്യ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരള, ഈ പ്രമുഖമായ 5 സംസ്ഥാനങ്ങൾ, 131 മണ്ഡലങ്ങൾ. ഇവിടെ BJPക്ക് തേരോട്ടമുണ്ടായിരുന്ന ഏക സംസ്ഥാനം കർണാടകയാണ്. അവിടെ ഉണ്ടായിരുന്ന 28 സീറ്റിൽ 26ഉം BJPയുടെ കയ്യിലാണ്. പക്ഷേ കർണാടകയിൽ ഇപ്രാവശ്യം താഴേക്ക് പോകും, പുറകോട്ട് പോകും. പ്രജ്വൽ രേവണ്ണ വിഷയം മാത്രമല്ല, കോൺഗ്രസ് ഉണർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്, ഭരണത്തിലുമാണ്. അതുകൊണ്ട് കർണാടകയിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടി, ആകെയുള്ള 29 സീറ്റിൽ 26 കർണാടകത്തിൽ നിന്ന് മാത്രമാണ്. തമിഴ്നാട്, കേരളത്തിൽ ഈ 2 സീറ്റുകൾ വീതം സ്വാഭാവികമായും BJP പ്രതീക്ഷിക്കുന്നു. അത് ലഭിക്കുമെന്ന ഉറപ്പൊന്നുമില്ല. എന്നാൽ ആന്ധ്രാപ്രദേശിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
സഖ്യകക്ഷികളുടെ ചിറകിലേറി അത് പവൻ കല്യാണിൻ്റെ പാർട്ടിയാകട്ടെ, ജനസേന പാർട്ടി ആയിക്കൊള്ളട്ടെ, ശക്തമായ TDP ആകട്ടെ, ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയാകട്ടെ, ഇപ്പോൾ അവിടെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പൂർണ്ണ ഫലം ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നത് NDA സഖ്യത്തിനാണ്. അവിടെ BJP ചെറിയൊരു പാർട്ണറാണ്, 5-6 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ മറ്റ് സഖ്യകക്ഷികൾ ചിറകിലേറി ആന്ധ്രാപ്രദേശിൽ നല്ല ഒരു 25 സീറ്റിൽ ഒരു 10 സീറ്റെങ്കിലും അല്ലെ 12 സീറ്റെങ്കിലും ലഭിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നു. തെലങ്കാനയിൽ ഇപ്പോൾ നിലവിലുള്ള 4 സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തെലങ്കാന രാഷ്ട്ര സമിതി അപ്രസക്തമായി മാറിയിരിക്കുന്നു. അവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ് ദേശീയ തലത്തിലേക്ക് നടക്കുന്നത്. തെലങ്കാനയിൽ ഈ BRSന്റെ അണികൾ ഏതാണ്ട് ഒരുപാട് അണികൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും പോയി. പക്ഷെ അവിടെ എന്നാലും ഈ സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം, അധികാരത്തിൽ വന്നത്, അതുപോലെ തന്നെ ആളുകൾക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രി, ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ തെലങ്കാനയിൽ കോൺഗ്രസിന്. അപ്പോൾ അതിന്റെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും തെലങ്കാനയിൽ കോൺഗ്രസിനായിരിക്കില്ല. ഇപ്പോൾ BRS ഉണ്ടായിരിക്കുന്ന കോട്ടം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ കോൺഗ്രസിന് തെലങ്കാനയിൽ കഴിയും. BJPക്ക് ഒരു 4 സീറ്റ് എന്ന് പറയുന്നത് തന്നെ അന്ന് വലിയൊരു മുന്നേറ്റമായിരുന്നു. അതിനൊപ്പം ഒരു 10 സീറ്റിലേക്ക് വരുവാനുള്ള ആ ഒരു ശക്തി തെലങ്കാനയിൽ കൈവന്നിട്ടുണ്ടോ? 10 സീറ്റിലേക്കൊന്നും വന്നില്ല എങ്കിൽ പോലും 4-ൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും. കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ വലിയ 2 സീറ്റിൽ നിന്നും 7-8 സീറ്റിലേക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയും. 13 സീറ്റിൽ ന്യായമായ ഒരു വർധന അവിടെ പ്രതീക്ഷിക്കാനുണ്ട്. അപ്പോൾ 17 സീറ്റിൽ കോൺഗ്രസിന് ഡബിൾ ഡിജിറ്റിലേക്ക് പോവുകയും BJPയും സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ BRSന്റെ നഷ്ടങ്ങളാണ് കോൺഗ്രസിനും BJPക്കും തെലങ്കാനയിൽ നേട്ടമാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ 131 സീറ്റുകളിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം പോലും BJP ആയിരുന്നു, 29 സീറ്റുകൾ. പക്ഷേ ഇപ്രാവശ്യം ആ 29 സീറ്റുകൾ ആവർത്തിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആന്ധ്രയിലും തെലങ്കാനയിലും മാത്രമാണ് 2-3 സീറ്റുകൾ കൂടുതലായി. 15-ൽ TRSന് 9, BJPക്ക് 4, കോൺഗ്രസിന് 3, ഇന്ത്യ സഖ്യത്തിന് ശ്രീ മോഹൻ ബഗീസ്, അതിനകത്ത് ഇന്ത്യ സഖ്യം നോക്കുമ്പോൾ കേരളവും തമിഴ്നാടും നോക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ 39-ൽ 38 സീറ്റ് പോലും, 39 സീറ്റ് പോലും സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 5 സീറ്റുകളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും വലിയ മത്സരമുണ്ട്. കാരണം കോയമ്പത്തൂർ അണ്ണാമലയൊക്കെ അവിടെ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് അല്ലെ തമിഴ്നാട്ടിൽ ഒരു വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതിനപ്പുറമായിട്ട് അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുവാൻ ഇല്ല, അങ്ങനെ കൊണ്ടുവരാൻ BJPക്ക് കഴിയുമോ? കാരണം 4% നിന്നൊക്കെയാണ് ഉയർന്നു വരേണ്ടത്. തീർച്ചയായും BJP പ്രതീക്ഷ വയ്ക്കുന്നത് 20%. തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള 4 മുതൽ 5 വരെ ശതമാനത്തിൽ നിന്നും ഒറ്റയടിക്ക് 20% വരെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് BJP. അത് സ്വല്പം അതിര് കടന്ന ആത്മവിശ്വാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം കൊടികുത്തി വാണിരുന്ന തമിഴകത്ത് BJP ഉയർത്തുന്ന ഒരു നറേറ്റീവ് പൂർണ്ണ അർത്ഥത്തിൽ തമിഴകം ഉൾക്കൊള്ളാൻ തക്ക ഒരു മാനസികാവസ്ഥ ആയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷേ തമിഴ്നാട് ഘടകത്തിൻ്റെ BJP ഘടകത്തിൻ്റെ പ്രസിഡന്റ് അണ്ണാമലൈ വളരെ വലിയ ഒരു പോരാട്ടമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. മാധ്യമഖണ്ഡങ്ങളെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമാണ്. കോയമ്പത്തൂർ സീറ്റിൽ പൊടിപാറുന്ന മത്സരം സൃഷ്ടിക്കാൻ അണ്ണാമലൈ കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്. എന്തായാലും തമിഴ്നാടിന്റെ ഫലം, എക്സിറ്റ് പോൾ ഫലം ആദ്യം വരുമ്പോൾ തമിഴ്നാടിന്റെയാണ്. അതിനാൽ തന്നെ തമിഴ്നാട് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം അതിലൂടെ വ്യക്തമാകും.